ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 109 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. എസ്തേർ 7 മുതൽ 10 വരെ, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഞാനൊരു പുരുഷനാണ്, എൻ്റെ പേര് ശലോമോന്റെ മരുമകളുടെ പേരും ഒരേപോലെയാണ്, പുരുഷന്റെ പേരെന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പുരുഷൻ അബിഹയീൽ, എസ്തേറിന്റെ അപ്പനാണ് കേട്ടോ. മരുമകൾ അബിഹയീലാണ്, രഹബയാമിന്റെ ഭാര്യയാണ്. എസ്തേർ 9:29 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമുള്ളത്. 2 ദിനവൃത്താന്തം 11:18 സപ്പോർട്ടിംഗ് റെഫറൻസ് ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: 3 അക്ഷരമുള്ള ഒരു മാസത്തിന്റെ പേരിന്റെ നടുവിലുള്ള അക്ഷരം മാറ്റിയാൽ ബൈബിളിൽ കാണുന്ന ഒരു മരുഭൂമിയുടെ പേരാണ്. ഏതാണ് മാസം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം സീവാൻ. എസ്തേർ 8:9 വാക്യത്തിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ മരുഭൂമി സീൻ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: അഹശ്വേരോശ് രാജാവിന്റെ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന വേഗതയുള്ള മൃഗം ഏത്? ഈ മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നത് ആര്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം മൃഗം തുരങ്കങ്ങൾ, വേഗതയുള്ള കുതിര കേട്ടോ. യാത്ര ചെയ്തത് അഞ്ചൽക്കാർ എന്നുള്ളതാണ്. എസ്തേർ 8:10 നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. മൃഗം തുരകങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ തുരങ്കങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. മൃഗം തുരകങ്ങൾ, വേഗതയുള്ള കുതിര, യാത്ര ചെയ്തത് അഞ്ചൽക്കാർ കേട്ടോ. എസ്തേർ 8:10 ഈ ഉത്തരവുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: പുതിയ നിയമ പാഠഭാഗത്ത് എൻ്റെ പേരിൽ നിന്ന് ഒരു അക്ഷരം മാറ്റിയാൽ ഒരു അപ്പോസ്തലന്റെ പേരാണ്. ഞാൻ ആര്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം പത്രോസ്. അപ്പോസ്തല പ്രവർത്തികൾ 20:4 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോസ്തലൻ പത്രോസ്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: എൻ്റെ 6 മക്കളുടെ പേരിന്റെ അവസാനത്തെ അക്ഷരം ഒരേപോലെയാണ്. ഞാൻ ആര്? മക്കളുടെ പേരെന്തെല്ലാം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഞാൻ ഹാമാൻ. മക്കൾ അർഷൻ ദാദ, അസ്പാധ, അതുപോലെ പോറാധ, അരിധാധ, പർമസ്ത, വയസാധ. ഒരേപോലെയുള്ള അക്ഷരം ധായാണ് കേട്ടോ അവസാനത്തെ അക്ഷരം. എസ്തേർ 9:7, 8, 9 വാക്യങ്ങളിലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. ഇയ്യോബ് 1 മുതൽ 4 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 21-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.